ഹലോ, അപ്പോൾ ഇന്ന് നമ്മളൊരു മൂവിക്ക് പോകാൻ കേട്ടോ. അപ്പോൾ എല്ലാം പെട്ടെന്നായിരുന്നു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് 11 മണിക്കുള്ള ഷോയ്ക്ക് ഞങ്ങൾ 9:30ക്കാണ് എല്ലാം ഫിക്സാക്കി റെഡിയാക്കി സെറ്റാക്കിയത്. അപ്പോൾ എനിക്ക് പിന്നെ 2 റീസൺ ഉണ്ടായിരുന്നു. ഒന്നാമത് പിറ്റേ ദിവസം അമ്മയ്ക്ക് ലീവായിരുന്നു, അതുകൊണ്ട് നമുക്ക് എത്ര വൈകിയാലും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് രാത്രി പോയിട്ട് കാര്യം ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഹാവിക്കുട്ട ഉറങ്ങില്ല, മൂവി കാണാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു റീസൺ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് കുഞ്ഞിനെയൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു തിയേറ്ററിലോട്ടാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്, ശിവശക്തിയിൽ. അപ്പോൾ എത്തിയ പാടെ ഹാവിക്കുട്ടൻ കടന്നുറങ്ങിയിട്ടുണ്ടായി. അപ്പോൾ എനിക്കൊരു സമാധാനമായി, സമാധാനത്തോടെ ഇരുന്ന് മൂവി കാണാമല്ലോ എന്ന്. പിന്നെ ഇനി അഥവാ അവൻ നീച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ണിയുടെ അടുത്ത് ഏൽപ്പിക്കാമല്ലോ, കാരണം അവൻ ഓൾറെഡി മൂവി കണ്ടതാണ്. എന്നിട്ട് ഞങ്ങളുടെ കൂടെ വെറുതെ വന്നതാണ് കേട്ടോ അവൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്ത കാരണം നമുക്കതിൽ സ്കാൻ ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു ടിക്കറ്റ് കിട്ടും. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ നേരത്തെ തിയേറ്ററിലെത്തി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് സമയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛതാ അവിടെ പോയിട്ട് ഒരു പോപ്കോണൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇൻ്റർവെല്ലിന് മുന്നേ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങി ഇങ്ങനെ കുറിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ഇൻ്റർവെല്ലിന് വാങ്ങിയിട്ടാണ് എന്തെങ്കിലുമൊക്കെ കഴിക്കുക. അപ്പോൾ നമ്മൾ എന്നാൽ ഒരു ചായയും കൂടെ കുടിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളിതാ ചായ കുടിക്കാൻ സെറ്റാക്കി. പിന്നെ ഈ ഒരു തിയേറ്ററിൽ വന്നിട്ട് ചായ കുടിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ചായ. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ടിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ചായ കുടി കഴിഞ്ഞപ്പോഴത്തേക്ക് തിയേറ്ററിൽ ഷോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കയറി, എന്നിട്ട് നമ്മൾ മൂവി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഒരാൾ നീച്ചിരിക്കണം, ഹാവിക്കുട്ടൻ. അപ്പോൾ ഹാവിക്കുട്ടനാണ് മൂവി കണ്ടിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഹാഫ് വരെ അവന് ഫുള്ളിരുന്ന് മൂവി കണ്ടു കേട്ടോ. അവൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള സിനിമയായിരുന്നു ഈ ഒരു ദൃശ്യം 3. അല്ലെങ്കിൽ അവൻ തിയേറ്ററിൽ വന്നിട്ട് ഉറങ്ങാണ് പതിവ്. പക്ഷേ ഇന്ന് അവൻ നേരെ ഫസ്റ്റ് ഹാഫ് വരെ ഫുള്ള് കണ്ടു. പിന്നെ അതിന് ശേഷം അവൻ സമാധാനത്തോടെ ഉറങ്ങിട്ടോ. പിന്നെ ഞങ്ങൾ നേരെ മൂവി കണ്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.